ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് സ്മാർട്ട് 6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് സ്മാർട്ട് 6 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇൻഫിനിക്സ് സ്മാർട്ട് 6ൽ 6.6 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഫോൺ 9,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എന്നത് ഒരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 500 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മോശം ഡിസ്പ്ലേ ഒന്നുമല്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. ഈ ഫോണിൻ്റെ പിന്നിൽ സ്ക്വയർ ഷേപ്പുള്ള ഒരു ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ unisoc SC9863A എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ലൊരു പ്രോസസ്സറാണെന്ന് ചോദിച്ചാൽ ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറൊന്നുമില്ല, തരക്കേടില്ലാത്തൊരു പ്രോസസ്സർ എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം 9,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ 2 GB റാം മാത്രമേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ളൂ. 32 GB ഇൻറ്റേർണൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. 512 GB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ DTS ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള ഗോ എഡിഷൻ സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഗോ എഡിഷൻ എന്ന് പറഞ്ഞാൽ ഫോണിൽ അത്രയും മികച്ച പ്രോസസ്സറോ അല്ലെങ്കിൽ കൂടുതൽ റാമോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഫോണിൽ ഹാങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൻ്റെ ഒരു ലൈറ്റ് വെർഷനാണ് അവർ കൊടുക്കാറ്. അതാണ് ഈ ഒരു ഗോ എഡിഷൻ. അങ്ങനെയുള്ള ഒരു ഗോ എഡിഷൻ സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ഗോ എഡിഷൻ ബേസ് ചെയ്തിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ 8 മെഗാ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. രണ്ടാമത് 0.08 മെഗാ ഒരു സെക്കൻഡറി ലെൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ LED ഫ്ലാഷ് വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 5 മെഗാ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഒരു ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത് വലിയ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മൈക്രോ USB ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഈ ഒരു ഫോൺ ഇപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം മറ്റ് പല രാജ്യങ്ങളിലുമാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 9,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഈ ഒരു ഫോൺ ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും അതിനെപ്പറ്റിയിട്ടുള്ള ന്യൂസുകളും കാര്യങ്ങളൊന്നും ഇപ്പം പുറത്തു വന്നിട്ടില്ല. അതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പം അതിനെപ്പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇൻഫിനിക്സ് സ്മാർട്ട് 6 എന്ന ഫോണിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്രയും മികച്ച ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ചിലപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമ്പം വില കുറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വില കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. വില കുറയാതെ ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ച് കൂടുതലാണ് എന്ന് പറയേണ്ടി വരും. എന്തായാലും ഇൻഫിനിക്സ് സ്മാർട്ട് 6 എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.